ഇംഗ്ലീഷ് സംസാരിച്ചു തുടങ്ങാൻ ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങൾ? അത് മാറ്റാനായിട്ടുള്ള ഒരു ട്രിക്ക് പറഞ്ഞുതരാം. വീഡിയോ മുഴുവനായി കാണുക. നമസ്കാരം, ഞാൻ രാംജിത്ത്. വെൽക്കം ടു രാമിഫിക്കേഷൻ. നമ്മൾ ഒരുപാട് പേര് നേരിടുന്ന പ്രശ്നമാണ് ഇംഗ്ലീഷിലുള്ള കമ്മ്യൂണിക്കേഷൻ. നമുക്ക് നന്നായിട്ട് ഇംഗ്ലീഷ് എഴുതാനും വായിക്കാനും ഒക്കെ അറിയായിരിക്കും. പക്ഷേ സംസാരിക്കുന്ന കാര്യം വരുമ്പോൾ നമ്മൾ വളരെ പിന്നോക്കം പോകാറുണ്ട്. ഇതിനുള്ള പ്രധാന കാരണം ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള ഭയം തന്നെയാണ്. നമ്മൾ സംസാരിച്ചാൽ മറ്റുള്ളവരെന്ത് കരുതും, ഗ്രാമറൊക്കെ തെറ്റിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചുറ്റുമുള്ളവർ കളിയാക്കുമോ, ഇങ്ങനെയൊക്കെയുള്ള പേടി കാരണമാണ് നമ്മളിൽ പലരും സംസാരിക്കാനായിട്ട് മടി കാണിക്കുന്നത്. എന്തെങ്കിലും ഒരു കാര്യത്തോടുള്ള ഭയം മാറ്റാനുള്ള ഏറ്റവും മികച്ച മാർഗം എന്ന് പറയുന്നത് അതിനെ നേരിടുക എന്നുള്ളത് തന്നെയാണ്. ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ്റെ കാര്യത്തിലും അത് തന്നെയാണ്. നമ്മൾ ഇംഗ്ലീഷ് സംസാരിച്ചു കഴിഞ്ഞാൽ മാത്രമേ അതിനോടുള്ള ഭയം നമുക്ക് മാറിക്കിട്ടുള്ളൂ. അപ്പോൾ ഇംഗ്ലീഷ് സംസാരിച്ചു തുടങ്ങാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു ട്രിക്കാണ് ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത്. എല്ലാവരും അതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കണേ. പ്രധാനമായും 2 കാര്യങ്ങളാണ് നമ്മളിതിന് ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, സിമ്പിൾ ഇംഗ്ലീഷ്. നമ്മളിപ്പോൾ മലയാളം സംസാരിക്കുമ്പോൾ ഗ്രാമറൊന്നും നോക്കിയിട്ടല്ലല്ലോ സംസാരിക്കുന്നത്. ഉദാഹരണത്തിന് നമ്മൾ നമ്മുടെ ഒരു കൂട്ടുകാരനെ ഒരു ചായ കുടിക്കാൻ പോകാൻ വേണ്ടി വിളിക്കുകയാണ്. എങ്ങനെയാണ് നമ്മൾ പറയുക? അളിയാ വാ ഒരു ചായ കുടിച്ചിട്ട് വരാം, ഇങ്ങനെയല്ലേ? അതല്ലാതെ ഗ്രാമറൊക്കെ നോക്കിയിട്ട് അല്ലയോ സുഹൃത്തെ വരൂ നമുക്കൊരു ചായ കുടിച്ചിട്ട് വരാം, ഇങ്ങനെയൊന്നുമല്ലല്ലോ പറയുന്നത്. ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ നിങ്ങൾ അതുപോലെ തന്നെ സംസാരിച്ചാൽ മതി. വളരെ സിമ്പിളായി ലെറ്റ്സ് ഹാവ് എ കപ്പ് ഓഫ് ടീ ഇങ്ങനെ പറയാം. അതുപോലെ തന്നെ നമ്മളിപ്പോൾ രാവിലെ ജോലിക്ക് പോകാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അമ്മയോട് എങ്ങനെയാണ് പറയാം? അമ്മേ ഞാൻ ഇറങ്ങുകയാണ്, അല്ലെങ്കിൽ ഞാൻ പോയിട്ട് വരാം, ഇങ്ങനെയൊക്കെയല്ലേ പറയുന്നത്. അത് സിമ്പിളായിട്ട് ഐ എം ലീവിങ് ഇങ്ങനെ പറഞ്ഞാൽ മതി. രണ്ടാമതായി, സിറ്റുവേഷണൽ ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമ്മളിപ്പോൾ സിനിമാ താരങ്ങളെയും ക്രിക്കറ്റ് താരങ്ങളെയൊക്കെ കണ്ടിട്ടില്ലേ? അവർ എവിടെയെങ്കിലും പൊതുവേദിയിൽ പോയി കഴിഞ്ഞാൽ അവരോട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഉദാഹരണത്തിന് ഒരു സിനിമാ താരമാണെങ്കിൽ അയാളോട് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളെന്ന് പറയുന്നത് അയാളുടെ അടുത്ത പ്രോജക്റ്റ് ഏതാണ്, കഴിഞ്ഞ സിനിമയുടെ വിശേഷങ്ങൾ, അടുത്ത സിനിമയുടെ ഡയറക്ടർ ആരാണ്, കൂടെ വർക്ക് ചെയ്യുന്ന സഹതാരങ്ങൾ ആരാണ്, ഇത്തരം ചോദ്യങ്ങളായിരിക്കും. നമ്മൾ കണ്ടിട്ടില്ലേ തുടക്കകാലത്ത് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ ബുദ്ധിമുട്ടിയിരുന്ന പല താരങ്ങളും, അതിപ്പോൾ ക്രിക്കറ്റ് ആയിക്കോട്ടെ സിനിമ ആയിക്കോട്ടെ, കാലക്രമേണ അത്യാവശ്യം നന്നായി സംസാരിക്കുന്നത്, ഇംഗ്ലീഷിൽ സംസാരിക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇത് ഈ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസിനുള്ള ഉത്തരങ്ങൾ പലതവണ പറഞ്ഞ് ഇംഗ്ലീഷിൽ പ്രാക്ടീസ് ചെയ്തിട്ടാണ് അവർ സംസാരിക്കുന്നത്. സോ നിങ്ങളുടെ പ്രൊഫഷൻ ഏതാണോ അതനുസരിച്ചിട്ട് നിങ്ങളോട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അത് ഏതൊക്കെയാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അത് സ്വയം പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾ ഈ 2 കാര്യങ്ങളും പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയാൽ നിങ്ങൾക്ക് ഫ്ലുവൻ്റായി ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയും എന്നല്ല ഞാൻ പറയുന്നത്. ഫ്ലുവൻ്റായി ഇംഗ്ലീഷ് സംസാരിക്കുന്നതിന് നിങ്ങൾ വളരെ സീരിയസ് ആയി ഒരുപാട് കാര്യങ്ങൾ പഠിക്കുകയും പ്രാക്ടീസ് ചെയ്ത് നോക്കുകയും ചെയ്യേണ്ടി വരും. പക്ഷേ ഈ കാര്യങ്ങൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തു തുടങ്ങിയാൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിച്ചു തുടങ്ങാനുള്ള ആ ഒരു ബുദ്ധിമുട്ട് ഒരു പരിധിവരെ നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ കഴിയും. അപ്പോൾ ഇതെല്ലാവരും പ്രാക്ടീസ് ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അനുഭവം എന്താണ് എന്നുള്ളത് കമൻ്റായി അറിയിക്കുക.